ശക്തമായ രീതിയിലുള്ള ഒരു മഴയില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ എല്ലാ താലൂക്കുകളിലും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ മഴയോടൊപ്പം തന്നെ ശക്തമായ രീതിയിൽ കാറ്റും വീശി തുടങ്ങുന്നുണ്ട്. അത്തരത്തിൽ ഒരു കാറ്റിലാണ് കോട്ടയം ചുങ്കത്ത് ശക്തമായ മഴയിൽ വാഗമരം റോഡിലേക്ക് കടപുഴകി വീണത്. ചുങ്കം മെഡിക്കൽ കോളേജ് ബൈപ്പാസിൽ ചുങ്കം പാലത്തിന് സമീപമാണ് രാവിലെ 6:45 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. റോഡരികിൽ നിന്നിരുന്ന ഒരു കൂറ്റൻ വാഗമരം തന്നെയാണ് ഈ റോഡിന് കുറുകെ വീണത്. ഞായറാഴ്ച ആയിരുന്നതിനാൽ രാവിലെ ഈ ഭാഗത്ത് വലിയ തിരക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. എന്നാൽ ഇതുവഴി കടന്നുപോയ ഒരു ഓട്ടോറിക്ഷ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് മരത്തിനടിയിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ടത്. മരത്തിൻ്റെ ശിഖരങ്ങൾ പതിച്ച് സമീപത്തൊരു വീടിനും ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചുങ്കം കോയിക്കൽ ജോണിൻ്റെ വീടിനാണ് ഇത്തരത്തിലുള്ള തകരാറുകൾ സംഭവിച്ചത്. ഇപ്പോൾ നിലവിൽ രാവിലെ 6:45 ഇത്തരത്തിൽ മരം വീണത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സും മറ്റ് നാട്ടുകാരും ചേർന്ന് ഈ മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ തുടങ്ങി. ഇപ്പോഴും ഈ വലിയൊരു വാഗമരമായതിനാൽ തന്നെ ഇപ്പോഴും ഇവിടെ ഈ മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് നിന്നാണ് ഫയർഫോഴ്സ് എത്തിയിരിക്കുന്നത്. ഗാന്ധിനഗർ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും എത്തിയിരിക്കുകയാണ്. ഞായറാഴ്ച ആയതിനാൽ തന്നെ വലിയൊരു ഗതാഗത തടസ്സം ഉണ്ടായിട്ടില്ല. പക്ഷേ ഗതാഗതം ഇപ്പോൾ വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ഈ ഭാഗത്ത് നിരവധി വൈദ്യുത ലൈനുകളും ഒടിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ എത്രയും വേഗം തന്നെ ഇത് ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.